റിസർവ് ബാങ്കിൽ ഓഫീസ് ജോലി ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ സാധാരണ പറയുന്ന പോലെ നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്താലേ വീഡിയോ എല്ലാവരിലേക്കും എത്തുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. റിസർവ് ബാങ്കിൽ ഓഫീസ് ജോലി. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണാവസരമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഓഫീസർ ഗ്രേഡ് ബി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് 94 വേക്കൻസികളാണ് റിസർവ് ബാങ്ക് ഒരുക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം തീർച്ചയായും ഉപയോഗപ്പെടുത്താം. ഓഗസ്റ്റ് 16 വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത, ഒഴിവുകളുടെ എണ്ണം, വയസ്സ്, അപേക്ഷാ ഫീസ് എന്നിവ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും അപേക്ഷിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം ശ്രദ്ധിക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട്. അപേക്ഷിക്കുന്നതിന് മുൻപായിട്ട് വീഡിയോ മുഴുവനായിട്ടും കാണാൻ നോക്കുക. എന്നിട്ടുള്ള തസ്തികകളും അവയുടെ ഒഴിവുകളും. ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി ജനറൽ 66 വേക്കൻസി ഉണ്ട്. ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി DEPR 21 വേക്കൻസി ഉണ്ട്. ഓഫീസേഴ്സ് ഇൻ ഗ്രേഡ് ബി DSIM 7 വേക്കൻസിയാണ് ഉള്ളത്. നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. സ്ഥാപനത്തിൻ്റെ പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ജോലി വരുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് ഓഫീസ് ഗ്രേഡ് ബി. ഓൾ ഓവർ ഇന്ത്യയിൽ 94 വേക്കൻസിയാണ് നിലവിലുള്ളത്. ജോലിയുടെ സാലറി വരുന്നത് 83,254 പെർ മന്ത് ആണ്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ്. 2024 ജൂലൈ 25-നാണ് അപേക്ഷ ആരംഭിച്ച ഡേറ്റ്. 2024 ഓഗസ്റ്റ് 16 വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അവസരമുള്ളത്. പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ വയസ്സിളവുകൾ ലഭിക്കുന്നതാണ്. SC, ST, OBC, PWD തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അവരുടെ വയസ്സിളവുകളെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ട് നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. തസ്തികകളുടെ പേരും ക്വാളിഫിക്കേഷനും ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പം അത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക. ഇങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കേണ്ട രീതി താഴെ കൊടുത്തിട്ടുണ്ട്. താഴെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെന്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിച്ച് അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കി ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത പ്രിന്റ് ഔട്ട് സൂക്ഷിച്ചു വെക്കുക. അപേക്ഷിക്കുന്നതിന് മുൻപായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത്. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ ജോബ് വേക്കൻസീസ് പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.